തൊഴിൽ വിഭജിച്ച് അതിൽ കൂടി ജാതി ഉണ്ടാക്കി ആ ജാതി മനുഷ്യരെ തമ്മിൽ കണ്ടുകൂടാത്തവരാക്കി, തൊട്ടുകൂടാത്തവരാക്കി, ദാഹിച്ചാൽ വെള്ളം വാങ്ങി കുടിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കിയില്ലേ? ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർത്തണ്ണീരിതാശു നീ ഓമലേ തരൂ തെല്ലെന്നതു കേട്ടോ രാമനോഹരി അമ്പരന്നോദിനാൾ. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതു നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ. ഭീതി വേണ്ട തരികതെനിക്കു നീ എന്നുടനെ കരപുടം നീട്ടിന ചെന്നളീന മനോഹരം സുന്ദരൻ. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ. തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല, തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല. ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു ദാഹം തീർത്ത് നടന്നു. താണജാതിക്കാരിയുടെ കയ്യിൽ നിന്നും ജലം വാങ്ങിക്കുടിച്ച ആ ഭിക്ഷുവിനോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നിയ അവൾ മാതങ്കി അദ്ദേഹം പോയ വഴിയേ നടന്നു. അവൾ ചെന്നു ചേർന്നത് ഭഗവാൻ ബുദ്ധന്റെ സങ്കേതത്തിലാണ്. സന്യാസിനിയായി ബുദ്ധ ഭഗവാൻ അവളെ സ്വീകരിച്ചു. അച്ഛാ, നമുക്കും വേണം ഒരു ബുദ്ധ ഭഗവാൻ.